ഹായ്. അപ്പോൾ നമ്മളെന്നുണ്ടല്ലോ പുല്ലം പിടിക്കാൻ വന്നേക്കാണേ. അപ്പോൾ ദേ സതീഷുണ്ട്, ദേ കമലുണ്ട് കേട്ടോ. കമൽ അവിടെ നിന്ന് തീറ്റ ഉഴയ്ക്കുക. തീറ്റ ഉഴക്കണ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക, എന്നിട്ട് മീൻ പിടിക്കാൻ പറ്റുമെന്ന് നോക്ക്. സൂപ്പർ മൈദ കേട്ടോ, പൊറോട്ട ഉണ്ടാക്കാം. മൈദ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മൈദയുടെ കമ്പനി ഏതാണെന്ന് അറിയണമെങ്കിൽ തന്നെ ലൈറ്റ് അതിന് മാത്രം കേട്ടോ മീൻ അടിക്കുള്ളൂ. അത് തന്നെ പ്രത്യേകം മേടിക്കണേ. വില ഞാൻ പറഞ്ഞുതരാം. വില 41 രൂപ. കുഴപ്പമില്ല. അതെ പാർലേജാണ്. ഞങ്ങൾ 10ൻ്റെ എടുത്തങ്ങനെ. നിങ്ങളൊരു 20ൻ്റെ 50ൻ്റെ ഒക്കെ മേടിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അതങ്ങ് നന്നായിട്ട് പൊടിക്കണം. കമലാണ് ചെയ്യണത്. ഇതുപോലെ കട്ടകളൊക്കെ ഇങ്ങനെ ഞെക്കി പൊടിച്ചത് ഇങ്ങനെ സെറ്റാക്കി അങ്ങ് ഇടണം. എങ്കിലാണ് നല്ല കുഴയുള്ളൂ. എന്നിട്ട് ഇതൊക്കെ അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. വെള്ളം എടുത്തുണ്ട്. വെള്ളം അങ്ങ് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കുഴപ്പമില്ല. വേണ്ട നമ്മുടെ തീറ്റ സെറ്റാണ്. ഇത് വേണ്ട പെർഫെക്റ്റായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ ചെറുതൊരു എടുത്തിട്ട് ഇതിങ്ങനെ ഉരുട്ടിയിട്ടാണ് ഹുക്കിലിട്ടിട്ട് കാസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും പുല്ലം കിട്ടുമായിരിക്കും, നോക്കട്ടെ. നമ്മൾ കാത്തിരിഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട്. ചെറിയ സൈസ് പുല്ലാണ് കേട്ടോ. അതുകൊണ്ടോ നല്ല ഹുക്കാണ് കയറിയേക്കണത്. ചെറിയ സൈസ് കുളത്താണ്. നമുക്ക് വാഴയ്ക്കൊക്കെ തീറ്റിടാൻ പറ്റിയ പോലത്തെ പുല്ലാണ് കേട്ടോ. കണ്ടോ, ഇതുപോലത്തെ ഒരു 10 രൂപ കിട്ടുകയാണെങ്കിൽ സൂപ്പറാണ്. കുറേ നേരം ഇട്ടിട്ടാണ് ഇത് കിട്ടിയത്. കാരണം കൊത്ത് കുറവാണ്, മീനും കുറവാണ്. നോക്കട്ടെ, കിട്ടുമായിരിക്കും, നോക്കാം നമുക്ക്. അപ്പോൾ തീറ്റ നമ്മുടെ തീറ്റ പെർഫെക്റ്റ് ആട്ടോ, കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. ഓക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ തീറ്റയൊക്കെ ഇട്ട് മീൻ പിടിച്ച് നോക്കൂട്ടോ. ഓക്കെ, ബൈ.